ഇത്രയുമൊന്നും മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത് കേട്ടോ. പ്രബുദ്ധരെ കഷ്ടപ്പെടരുത് നിങ്ങൾ, നാട്ടുകാരെ കഷ്ടപ്പെടരുത് നിങ്ങൾ. ഉസ്താദാണെങ്കിൽ ഒറ്റ റൂമിൽ കൊണ്ട് ഇട്ടിരിക്കണമ്മ, എന്നെ ആരടുത്ത് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അമ്മ, എന്റെ പൊന്നുമ്മ എന്നെ ഒന്ന് കൊണ്ടുപോകും, പൊന്നുമോക്ക് നീതി വേണം. ഒറ്റ റൂമിൽ കൊണ്ടാക്കിയത് എന്തിന്? എന്റെ മോളെ ഒരു കൊച്ചു പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത കുട്ടി, അല്ലെങ്കിൽ കഷ്ടിച്ച് മാത്രം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മരണത്തിലുള്ള ദുരൂഹത, അതല്ലെങ്കിൽ എന്റെ മകൾ കൊല്ലപ്പെട്ടതാണെന്ന് ഒരു ഉമ്മ നെഞ്ചു കയറി വിളിച്ചു പറയുമ്പോൾ എന്തേ ഈ നാട്ടുകാരും ബഹളം വെക്കാത്തതെന്നാണ് പോങ്ങന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയം. അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരം നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഇത് അച്ഛൻ പോയതാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് സമാധിയായാലും പിന്നീട് വലിയൊരു കച്ചവട സാധ്യത നൽകുന്നു. അല്ലാതെ ഒരു ആത്മീയ ആചാര്യൻ ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വഴിയെ നടന്നു പോവുക, നല്ല വഴിയെ നടന്നു പോവുക, അദ്ദേഹത്തിന്റെ സംഭാവനകളെ മാനിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം പറഞ്ഞതുപോലുള്ള ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ശിഷ്യന്മാർ ചെയ്യേണ്ടതും അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നവർ ചെയ്യേണ്ടതും. എന്നാൽ അദ്ദേഹത്തെ തന്നെ ഒരു ദൈവമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം വിചാരിക്കാത്തതിലും അപ്പുറത്തേക്ക് ഒരു വളർച്ച തരപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയുള്ള നീക്കമാണ്. അത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ശിഷ്യന്മാർ ചെയ്യേണ്ട കാര്യം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് വലിയ ശിഷ്യ വലയമൊന്നും ഉണ്ടായിരുന്നില്ല. 2 മക്കളായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, ഭാര്യയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ പേര് പോങ്ങൻ കേട്ടിട്ടില്ല ഒരിടത്തും. പോങ്ങൻ കേൾക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ഇടിവ് സംഭവിച്ചു എന്നുമല്ല ഞാൻ പറഞ്ഞത്. അത്ര പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു സന്യാസി വര്യനായിരുന്നില്ല നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി. സ്വയം സമാധിയാവാൻ കഴിയുന്ന അത്രയ്ക്കും വലിയ സിദ്ധി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും ഉണ്ടാവുന്നത് പോലെ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സംശയം ഇക്കാര്യത്തിലുമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാനിതൊന്നുമല്ല സംസാരിക്കുന്നത്. ഇതിനെ കച്ചവടമാക്കാനുള്ള മക്കളുടെ ശ്രമത്തെ, അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ അതൊരു ദുരാരോപണമല്ല ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഒരു മരണത്തെ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാനുള്ള മക്കളുടെ പരിശ്രമത്തെ വളരെ വലിയ ബുദ്ധിയായിട്ട് മാത്രമാണ്, അതിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രം കിടപ്പുണ്ടെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള മരണമാണ് എന്നുണ്ടെങ്കിൽ ആ മരിച്ച മനുഷ്യന്റെ മൃതദേഹത്തെ എടുത്തുകൊണ്ട് ഇരുത്തിയിട്ട് ഇത് സമാധിയാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ കച്ചവട ബുദ്ധിയുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് ഈ കുടുംബത്തിന് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുള്ള സത്പ്രവർത്തികൾ എന്തൊക്കെയാണോ അതിനേക്കാൾ ഗുണമുണ്ടാവും പരേതപ്പെട്ട നെയ്യാറ്റിൻകര ഗോപൻ അല്ലെങ്കിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ നാണ്യ സമാധിയാണ് ഇത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ ഒരു വിത്ത് പോലെ സങ്കല്പിച്ചുകൊണ്ട് അങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്തത്, ഒരു വലിയ ലാഭ കൊയ്ത്തിനു വേണ്ടി എന്നുള്ള ഒരു വിചാരം പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതൊരു നാണ്യ സമാധിയാണ്. തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ മതമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇസ്ലാം, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ കൊണ്ട് വാസ്തവത്തിൽ എന്തെങ്കിലും ഒരു ലാഭം, എന്തെങ്കിലും ഒരു ഗുണം അതിന്റെ ആ സ്ഥാപക ദൈവത്തിനോ അല്ലെങ്കിൽ സ്ഥാപക പ്രവാചകനോ ആയിട്ടുണ്ടോ? ഇല്ല. അങ്ങ് ഒട്ടകനാട്ടിൽ ആരംഭിക്കപ്പെട്ട ആ മതത്തെ കൊണ്ട് ഇങ്ങ് കേരദേശത്തുള്ള ഒരു മുക്രി അനുഭവിക്കുന്ന പ്രയോജനം പോലും ജീവിച്ചിരുന്ന കാലത്ത് ആ മതത്തിന്റെ സ്ഥാപിത വ്യക്തിത്വം അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രവാചകന് ലഭിച്ചിട്ടില്ല, ആ ദൈവത്തിന് ലഭിച്ചിട്ടില്ല. ഉണ്ടോ? സാധ്യതയില്ല എന്നാണ് പോങ്ങിന്റെ ഒരു മനസ്സിലാക്കൽ. അതേപോലെ തന്നെ ക്രിസ്തു മതത്തെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഒരു കത്തനാര് അനുഭവിക്കുന്ന സുഖമോ സന്തോഷമോ സമാധാനമോ ആഡംബരമോ ആ കർത്താവ് അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നാടിന് നല്ലത് വരണം, സമൂഹത്തിന് ഗുണമുണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ സാമൂഹ്യ അനീതികൾക്കെതിരെയും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെയും പോരാടിയതിന്റെ ഫലമായി സാംസ്കാരികമായിട്ട് ആ മനുഷ്യരെ, അന്നത്തെ സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ശ്രമം, സാംസ്കാരികമായി ഉയർത്താനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, കുരിശിലേറ്റപ്പെടുകയാണ് ചെയ്തത്. അല്ലെ? 3-ാം പക്കം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. 2000 കൊല്ലങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പോകാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് 1500 കൊല്ലങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ഇനി അതിലും പഴക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തെ വർഗീയവാദികളുടെയും ഫാസിസ്റ്റുകളുടെയും സ്വന്തം ദൈവം എന്ന് പറയുന്ന ശ്രീരാമൻ, ഒരു ഫാസിസ്റ്റ് ദൈവം എന്ന രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പ്രബുദ്ധർ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീരാമ ഭഗവാൻ, അദ്ദേഹത്തിന് ഈ ഹിന്ദു മതത്തെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഷെയിംസീറൻ എന്ന് പറയുന്ന നമ്മുടെ ആ മിത്തൻ ഉണ്ടായിട്ടുള്ള ഗുണമെങ്കിലും ഹിന്ദു മതം കൊണ്ട് ശ്രീരാമ ഭഗവാൻ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇപ്പോൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഷെയിംസീറനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്കൊക്കെ വലിയ ഗുണമുണ്ടായി എന്നാണ് പറയുന്നത്, കച്ചവടപരമായിട്ട്, ലാഭമായിട്ട് പല. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് നിലയിലായാലും ശ്രീരാമ ഭഗവാന് പോലും വാസ്തവത്തിൽ ഈ പറയുന്ന സമുദായത്തെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. മതത്തെ വിട്ടേക്കൂ, രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് ലഭിച്ചത് എന്താ? നെഞ്ചിൽ ഉണ്ട, പിന്നെ രാഷ്ട്രപിതാവ് എന്നുള്ള വിളിയും. കോൺഗ്രസിനെ കൊണ്ട് ഗുണമുണ്ടാക്കിയതാരാ? നെഹ്റു, അദ്ദേഹത്തിന്റെ കുടുംബം, അല്ലെ? അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ സമാധി. ഗോപൻ സ്വാമി സമാധി അടഞ്ഞുപോയി, നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനാണ്. സമാധിയായതാണെങ്കിലും സമാധിയാക്കപ്പെട്ടതാണെങ്കിലും
ഗോപൻ സ്വാമിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ കഴിച്ച രക്തസമ്മർദ്ദത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും മരുന്ന് നഷ്ടം വന്നു എന്നുള്ളതല്ലാതെ, അതിൻ്റെ കാശ് നഷ്ടം വന്നു എന്നല്ലാതെ. അത് കഴിക്കാതെ സമാധിയായിരുന്നെങ്കിൽ ആ മരുന്നെങ്കിലും ലാഭം ഉണ്ടായിരുന്നു, മരുന്നിൻ്റെ തുകയെങ്കിലും ലാഭം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. ഇതതും പറ്റിയില്ല. മരുന്നും കഴിച്ച് ഇൻസുലിനും എടുത്തതിന് ശേഷം പോയി സമാധിയായി. അതാ പറഞ്ഞത്, ഗോപൻ സ്വാമി ഒരുപക്ഷെ കാലം തെറ്റി ജനിച്ച ഒരാളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അതല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇമാതിരി ഒരു പരിപാടി വലിയ വിമർശനത്തിന് ഇടയാക്കുമെന്ന് പറയുന്ന ചിന്ത അദ്ദേഹത്തിന് വന്നില്ല. ഇനി ഞാൻ ഇതിനൊന്നും വാസ്തവത്തിൽ അനുകൂലമായോ എതിർപ്പായോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളും പറയുന്നില്ല. ഇങ്ങനെയുള്ള ചില പൊതുവായ ചിന്തകൾ, ആലോചനകൾ നിങ്ങളുടെ മുന്നിൽ വലിയ അടുക്കും ചിട്ടയുമില്ലാതെ നടത്തി എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിന്മേൽ നമുക്കറിയാത്ത ഒരു കാര്യമായിട്ട് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ പലരും എന്നോട് ചോദിച്ചു, നമ്മുടെ പതിവ് പ്രേക്ഷകരായിട്ടുള്ള പലരും, സഹപോങ്ങന്മാർ പലരും എന്നോട് ചോദിച്ചു, പോങ്ങന് എന്താണ് ഈ നെയ്യാറ്റിൻകര ഗോപന്റെ കാര്യത്തിൽ അഭിപ്രായമെന്ന്. സ്വാഭാവികമായിട്ടും അതിനോട് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് തോന്നിയത് ഞാൻ പറയുകയാണ് ചെയ്തത്. സമാധി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, തീർച്ചയായിട്ടും അദ്ദേഹം മക്കളോട് പറയുന്നു അയൽക്കാരൊക്കെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ആ ചിന്ത, അതൊരിക്കലും ഒരു യോഗിയിൽ നിന്ന് സംഭവിക്കുന്നതല്ല. നിങ്ങൾക്കറിയാവോ, 2 സ്വാമിമാരെ ഉപദ്രവിച്ച് കൊന്നത് ഒരു സമൂഹം പോലീസുകാരുടെ കൺമുന്നിലിട്ട്, കാഷായധാരികളായിട്ടുള്ള 2 സ്വാമിമാരെ ആ സമയത്ത്, ആ കൊല്ലപ്പെടുന്ന നിമിഷവും അവരുടെ മുഖത്ത് ശരിക്കും പറഞ്ഞ മന്ദഹാസമാണ് ഉള്ളത്. അവർ വേദനിക്കുന്നതായിട്ടോ അവർക്ക് ഭയമുള്ളതായിട്ടോ തോന്നിയിട്ടില്ല. ആരും അതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്തില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും വലിയ ചർച്ചയായിട്ടില്ല. കാരണം സഹിഷ്ണുതയുടെ മണ്ണാണല്ലോ ഇത്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. തല്ലിക്കൊന്നവർക്ക് ഒരു ദോഷവും വന്നില്ല, ഒരു തട്ടുകേട് സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞത് അതൊക്കെയാണ് യോഗിവർ. അവർക്ക് ഭയമില്ല, അവർക്ക് പ്രമേഹത്തെ ഭയമില്ല, രക്തസമ്മർദ്ദത്തെ ഭയമില്ല. അതൊന്നും സ്വയം വളരാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല. അവരൊക്കെ ഈ സമൂഹത്തിനും അപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് പോയ കാര്യം. പിന്നെ ഹിന്ദുമതത്തിനെ ഗോപൻ സ്വാമിയുടെ സമാധി ബാധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഹിന്ദുമതം നമ്മുടെ ഒരു വ്യാഖ്യാനത്തിനും നമ്മുടെ വിശദീകരണങ്ങൾക്കും നമ്മുടെ മനസ്സിലാക്കലുകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ നിഗമനങ്ങൾക്കും നമ്മുടെ തോന്നലുകൾക്കും നമ്മുടെ വിശദീകരണങ്ങൾക്കും എല്ലാം അപ്പുറത്താണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്വയം ദൈവമാകാം, കല്ലിനെയും പൂച്ചയെയും പട്ടിയെയും എന്തിനേയും നമുക്ക് ആരാധിക്കാം, എന്തും ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്ന ഒരു മതകാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് മേൽ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്വമാണ്. അവരാണ് അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പരിശ്രമിക്കേണ്ടത്. ഇത് സ്വാഭാവിക മരണമാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാഗം കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സമാധി, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഭൗതിക ദേഹം എടുത്തുകൊണ്ടുപോയി പരിശോധനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഡോക്ടർമാരുടെ സാന്നിധ്യം കൂടി വേണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഒരു നിമിഷം മതി നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷം മതി. ആ നിമിഷത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ നമ്മളോട് പറയുന്നത്. ഒരു 2 ദിവസം കാത്തിരിക്കുക. ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്തെ ചടങ്ങിൽ ഞാൻ ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ 2 ദിവസം കൊണ്ട് നിങ്ങളെല്ലാമാണ്. ഞാൻ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഞാൻ നന്നായിട്ട് നോക്കി, മുഴുവനായിട്ട് നോക്കി. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയമൊന്നുമില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്ന ഫോറൻസിക് ഡോക്ടറുടെ അവരുടെ അസോസിയേഷൻ്റെ ഒരു പ്രസ്താവനയാണ് നല്ലതാണെന്ന്. അസോസിയേഷൻ അങ്ങ് തോന്നിയ ദിവസം വിളിച്ചു പറയാനാണോ അസോസിയേഷൻ? സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മക്കൾക്കും ഭാര്യയ്ക്കും വേണമെങ്കിൽ അവർക്ക് കൂടി വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ സാന്നിധ്യം ആവശ്യപ്പെടാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംശയം മാറട്ടെ. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, രാഷ്ട്രീയ ശരി ഒട്ടുമല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് സ്വന്തമായി ഭ്രാന്തുള്ള ഒരു കുടുംബമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ. ഒന്നുകിൽ വിശ്വാസം മൂത്തുഭ്രാന്തായി പോയതായിരിക്കാം. പക്ഷെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദുവിന് വിശ്വാസമൊക്കെ ഉണ്ടാവും, ഭക്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവം വന്നിട്ട് നീ കിണറ്റിൽ ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ചാടില്ല. സ്വന്തം തടിക്ക് കേടില്ലാത്ത രീതിയിലുള്ള വിശ്വാസങ്ങളേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ.
എന്ന് കരുതിക്കൊണ്ട് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കിണറ്റിൽ ചാടാൻ നിൽക്കില്ല ഹിന്ദു. പക്ഷേ ഇതര മതസ്ഥർ പൊതുവെ അങ്ങനല്ല, ദൈവത്തിന് വേണ്ടി അവർ മരിക്കാൻ പോലും തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, ഒരു കടുത്ത വിശ്വാസത്തിന്റെ പേരിലല്ല ഇവർ ഈ പ്രവൃത്തി കാണിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനോരോഗത്തെ സംശയിച്ചു പോയാൽ പോങ്ങൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ആരും പറയരുത്. മനോരോഗത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം, കച്ചവട ബുദ്ധിയേക്കാൾ കൂടുതൽ മനോരോഗത്തിൻ്റെതായ ഇടപെടലുകൾ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പോങ്ങനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് അവസാനിപ്പിക്കാനായി പോങ്ങൻ ഒരു കാര്യം പറയാം. ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ഇടപെടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത പോങ്ങൻ കേട്ടു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു ഹിന്ദുക്കളുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഹിന്ദു ഐക്യവേദി അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കുറ്റം പറയാൻ ഞാൻ ആളല്ല. അതിനെ വിമർശിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് പ്രബുദ്ധർക്കോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തീവ്ര മതേതര വിഭാഗത്തിനോ ഒന്നും അതിൽ വിമർശന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കാനുള്ള അവകാശമില്ല ധാർമ്മികമായിട്ട്. പിന്നെ ഇവരൊന്നും ധാർമ്മിക ബുദ്ധിക്ക് വലിയ വിലയൊന്നും കൊടുക്കാത്ത ആൾക്കാരായതുകൊണ്ട് അവർക്ക് വിമർശിക്കാം. എങ്കിലും പോങ്ങൻ അവരുടെ വിമർശനത്തെ ഒരു ചീള് കേസായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 മെയ് മാസത്തിലാണോ മാസം ഏതോ ആയിക്കോട്ടെ, 2023 ഈ പറയുന്ന നെയ്യാറ്റിൻകരയിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ബാലരാമപുരം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണത് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ ഒരു കൊലപാതകം നടന്നു. അസ്മിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മതപഠനശാലയിൽ തൂങ്ങി മരിച്ചതായി നമ്മളൊക്കെ കേട്ടു. ആ പെൺകുട്ടിയുടെ ഉമ്മ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ മകൾ കൊല്ലപ്പെട്ടതാണ്, എൻ്റെ മകളുടെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി വിളിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകണേ, വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടു പോകണേ എന്ന് പറഞ്ഞ് യാചിച്ചു. ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അമ്മയും അവരുടെ മറ്റു ബന്ധുക്കൾ കൂടി ഈ പറയുന്ന മതപഠനശാലയിൽ ചെന്നപ്പോൾ ആ കുട്ടിയെ വിളിക്കാൻ വൈകുന്നു. മണിക്കൂറുകളോളം അവിടെ ഇരിക്കുന്നു. അവസാനം ഇവർ പ്രശ്നമുണ്ടാക്കി അകത്ത് കയറുമ്പോൾ ഈ കുട്ടി അവിടുത്തെ വായനശാലയുടെ അകത്തോ മറ്റോ അല്ലെങ്കിൽ അവരുടെ എന്തോ മുറിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ഉമ്മ വിളിച്ചു പറയുകയാണ്, എൻ്റെ മകൾ കൊല്ലപ്പെട്ടു എന്ന്. ഓരൊറ്റ നാട്ടുകാരും, നെയ്യാറ്റിൻകരക്കാർ ഇതുപോലുള്ള മറ്റുള്ളവരുടെ മരണത്തിൽ സംശയം ഉന്നയിച്ച് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണകാര്യങ്ങളിൽ കൃത്യമായിട്ട് വേണ്ടത്ര അറിവ് അല്ലെങ്കിൽ അതിനകത്തുള്ള സംശയം ദൂരീകരിക്കണമെന്ന് വിചാരിക്കുന്ന വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ. അതേ നാട്ടുകാരുടെ മുന്നിൽ ഈ ഒരു ഉമ്മ നിലവിളിച്ച് നെഞ്ചു കീറി പറഞ്ഞു, എൻ്റെ മകളെ കൊന്നതാണെന്ന്. ഓരൊറ്റ നാട്ടുകാർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. ഓരൊറ്റ നാട്ടുകാരും ആ കൊലപാതകികളെ, ആ കുട്ടിയുടെ ഘാതകരെ, പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, 69 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇൻസുലിൻ എടുത്ത് പ്രഷറിനും ഷുഗറിനുമുള്ള മരുന്നും കഴിച്ച് പോയിരുന്ന് സമാധിയായി എന്ന് പറയുന്ന അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയെ ആവേശത്തോടുകൂടി ഏറ്റെടുക്കുമ്പോൾ മക്കളും ഭാര്യയും പറയുന്നു സമാധിയാണ് എന്ന് പറഞ്ഞിട്ടും അടങ്ങാതെ നാട്ടുകാർ ഇത് സമാധിയല്ല, സമാധിയാക്കിയതാണ് എന്ന് പറഞ്ഞ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ മരണത്തിൻ്റെ മേലുള്ള സംശയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, പ്രായപൂർത്തിയാവാത്ത കുട്ടി അല്ലെങ്കിൽ കഷ്ടിച്ച് മാത്രം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മരണത്തിലുള്ള ദുരൂഹത അതല്ലെങ്കിൽ എൻ്റെ മകൾ കൊല്ലപ്പെട്ടതാണെന്ന് ഒരു ഉമ്മ നെഞ്ചു കയറി വിളിച്ചു പറയുമ്പോൾ എന്തേ ഈ നാട്ടുകാരും ബഹളം വെക്കാത്തതെന്നാണ് പോങ്ങൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയം. അതും അവിടെ നിൽക്കട്ടെ, നാട്ടുകാരെ വിട്ടേക്കാം. നാട്ടുകാർ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. കൈയും കാലും അറ്റുപോകാൻ അവർക്കാർക്കും ഇഷ്ടമല്ല. ഇതുപോലുള്ള ആളുകളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് വലിയ സഹിഷ്ണു ബുദ്ധിയുള്ള കൂട്ടരാണല്ലോ. അതുകൊണ്ട് ഇവർക്കെതിരെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണല്ലോ, ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്കല്ലേ നമ്മൾ ഓടിക്കയറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ പറയുന്നത് നാട്ടുകാരെ അല്ല, പകരം മുസ്ലിം ലീഗിൻ്റെ ഒരു യുവ നേതാവ് PK ഫിറോസ്. ഈ PK ഫിറോസ് 2023 മെയ് മാസത്തിൽ, അതും എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ കൃത്യമായിട്ട് ആ സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് തപ്പിയെടുത്ത് ഞാനിത് വിടാം, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കാം. അത് കിട്ടുവാണെങ്കിൽ അത് കാണിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇതൊരു മതകാര്യമാണെന്നുള്ള മട്ടിലാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ആ സമുദായത്തിൽപ്പെട്ട ഒരു ഉമ്മയുടെ കാര്യം, ആ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. PK ഫിറോസ് പറഞ്ഞ കാര്യമാണ്. ഇതിനെതിരെ സംസാരിക്കുന്നത് ഈ മരണത്തിൽ സംശയം പറയുന്നവർ സംഖ്യകളാണ്. ഒരാരോപണം. ഇത് മതപഠനശാലകൾക്കെതിരെയുള്ള പ്രശ്നമായിട്ട് അങ്ങോട്ട് മാറ്റിയെടുത്തു. അത്
ഒരു കുട്ടിയെ ഒരു മതപഠനശാലയിൽ ഉപദ്രവിക്കപ്പെട്ട ആ കുട്ടി കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നും വീട്ടിലേക്ക് വിളിച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുക രക്ഷപ്പെടുത്തുമെന്ന് ഒരു ഉമ്മയുടെ ചെവിയിലേക്ക് വിളിച്ചു പറഞ്ഞ കുട്ടി സ്വയം അങ്ങോട്ട് മരിച്ചു കൊടുക്കുമെന്ന് പറയാൻ ആരാത് വിശ്വസിക്കുക? ഇപ്പം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് തോന്നുന്ന അതേ സംശയം ആ അസ്മിയ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് തോന്നണ്ടേ? നമ്മൾ കത്വ വിഷയത്തിലൊക്കെ എന്തുമാത്രം ബഹളം വെച്ച ഒരു കൂട്ടരല്ലേ നമ്മൾ? എന്തേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു ശബ്ദവും ഉയരാതിരുന്നത്? എന്തേ നമ്മൾ ഇക്കാര്യങ്ങളിൽ ഈ ഘാതകർക്കൊപ്പം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായി എന്ന് പറയുന്ന ആളുകൾക്കൊപ്പം എന്തുകൊണ്ടാണ് നിന്നത്? മതേതരത്വത്തെ സംരക്ഷിക്കാൻ അല്ലേ? ഇത്രയും ഒന്നും മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത് കേട്ടോ. പ്രബുദ്ധരെ കഷ്ടപ്പെടരുത് നിങ്ങൾ, നാട്ടുകാരെ കഷ്ടപ്പെടരുത് നിങ്ങൾ. അതാണ് പോകന് പറയാനുള്ളത്. ഇതിനകത്തുള്ള സംശയങ്ങളൊക്കെ മാറണം. പക്ഷേ PK ഫിറോസ് അന്ന് പറയുന്നത് ഇതിനെ സംഖ്യവൽക്കരിക്കുകയാണ് ചെയ്തത്. ഈ കുട്ടിക്ക് നീതി ലഭിക്കണം, ഈ കുട്ടിയുടെ ഉമ്മയ്ക്ക് അവരുടെ സംശയങ്ങൾ മാറ്റണമെന്ന് പറയുന്നവരൊക്കെ സംഖ്യകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധം സൃഷ്ടിക്കലാണ് നടത്തിയത്. ഒരാൾ ഒന്നും പറഞ്ഞില്ല, ഒരു അന്വേഷണവും നടന്നില്ല. കഷ്ടമെന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു വിഷയത്തെ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇതിനകത്ത് മതമല്ല കലർത്തേണ്ടത്, മതകാര്യമായിട്ട് ഇതിനെ മാറ്റരുത്, ഹിന്ദുക്കളും മാറ്റരുത്, മറ്റുള്ളവരും മാറ്റരുത്. എന്തായാലും ഈ ഒരു സംശയം മാറ്റുക. അത് സമാധി ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് പൊളിക്കാതിരിക്കുകയും ആ ഒരു പരിശോധന നടത്താതിരിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹിന്ദു എന്ന് പറയുന്നത് അങ്ങനെ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല. സമാധി പൊളിച്ചതോടുകൂടി ഹിന്ദു തകർന്നു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ആ വിചാരമൊന്നുമില്ല. അതുകൊണ്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചതോടുകൂടി ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് എന്തെങ്കിലും തകർച്ച വരും എന്നുള്ള യാതൊരു വിചാരവും എനിക്കില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസമാണ് ആത്യന്തികമായിട്ടുള്ള വിശ്വാസം. ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹജീവികളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുവിന് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. സമാധി പൊളിക്കണം. കാരണം അദ്ദേഹം മരുന്ന് കഴിച്ചു, സമാധിക്കാവുന്നതിന് മുന്നേ മരുന്ന് കഴിച്ചു എന്നാണ് പറയാം. ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള മരുന്ന് ആ മനുഷ്യൻ കഴിച്ചുവെങ്കിൽ അദ്ദേഹം രോഗങ്ങളെ ഭയക്കുന്നുണ്ട്. രോഗങ്ങളെ ആരാ ഭയക്കുന്നത്? ജീവിക്കാൻ കൊതിയുള്ള മനുഷ്യനാണ്. ജീവിക്കാൻ കൊതിയുള്ള ആളുകൾ മാത്രമേ രോഗങ്ങളെ ഭയക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമാധിയാവാൻ പോകുന്ന ഗോപൻ സ്വാമി ഒരു കാരണവശാലും മരുന്ന് കഴിച്ചിട്ട് അതിന് പോകില്ല. ഇനി അങ്ങനെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ധ്യാനത്തിൽ പോയി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒരു വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ മനോരോഗികളായിട്ടുള്ള മക്കൾ ഇദ്ദേഹം സിദ്ധി കൂടി എന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് സ്ലാബിട്ട് മൂടി. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എത്രയും പെട്ടെന്ന് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ അവശനായിട്ട് കിടപ്പുണ്ടെങ്കിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഒന്ന് നോക്കാം. പോയി ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലാബിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. അവശനായി പോയി വെള്ളവും കിട്ടാതെ വെളിച്ചവും ഇല്ലാതെ ആഹാരവും ഇല്ലാതെ വീണു പോയതാണ്. ഷുഗറും ഒക്കെ താന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഥ കഴിഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും അത് പൊളിച്ചു നോക്കുകയാണ് ഏറ്റവും നല്ലത്. ഹിന്ദുമതത്തിന്റെ മാനം രക്ഷിക്കാൻ പോലും അത് സഹായിക്കുമെന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ് എനിക്ക് ഉള്ളത്, അല്ലെ എൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായം പോകാനുണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും സമാധി പൊളിക്കണം. അത് ഹിന്ദുമത വിശ്വാസികളുടെ ആവശ്യമായിട്ട് മാറണം. അതാണ് ഞാൻ പറയുന്നത്. അതിന് പിന്തുണ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഈ മക്കളെ വാഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു ഹൈന്ദവ സുഡാപ്യസം പോലെയാണ് തോന്നുന്നത്. ബോറൻ പരിപാടിയാണ്. അത് പാടില്ല. പിന്നെ ഒരു ചെറിയ ഒരു ടിപ്പ് വേണമെങ്കിൽ ആ മക്കൾക്ക് പോകാൻ പറഞ്ഞു തരാം. ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു കച്ചവടമാക്കി കൊണ്ടുപോകാനാണ് ഉന്നമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി ചെയ്താൽ മതി. ഈ ഇടഞ്ഞു നിൽക്കുന്ന സകലരും കൂടെ നിൽക്കും. ഈ സമാധിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സവർണ ഫാസിസ്റ്റുകൾ, ബ്രാഹ്മണിക്കൽ ഹെജിമണി അത് തലയ്ക്ക് പിടിച്ച ആളുകൾ, അവരാണിതിൻ്റെ ഈ സമാധിയെ അധിക്ഷേപിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് പറയുക. കാരണം എൻ്റെ അച്ഛൻ മണിയൻ, അതായത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി പൂർവാശ്രമത്തിൽ മണിയൻ എന്ന് പറയുന്ന ഒരു മേസ്തിരി ആയിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പറയണം, എൻ്റെ അച്ഛൻ മേസ്തിരി ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ആത്മീയമായ ഔന്നത്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രതീതി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സവർണ മാടമ്പികൾ, ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ബുദ്ധിയിൽ പേറുന്ന വർഗീയ കോമരങ്ങളാണ് എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ, എൻ്റെ ഭർത്താവിൻ്റെ സമാധിയെ അധിക്ഷേപിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ സംരക്ഷണവും കിട്ടും. ഈ വഴിയെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമാധി സ്ഥലം പൊളിക്കുക, അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹത്തെ സർക്കാരിന് പരിശോധിക്കാനായി വിട്ടുകൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, ഹിന്ദു മതത്തിന്റെ പ്രശ്നമല്ല. തീർച്ചയായിട്ടും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിക്ക് മേലുള്ള എല്ലാ സംശയങ്ങളും മാറ്റപ്പെടുക തന്നെ വേണം.
അത് ആ കുടുംബത്തിനും ഹിന്ദു മതത്തിനും തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നുമോൾ അവിടെ, എനിക്ക് എൻ്റെ പൊന്നുമോളെത്താ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് അസ്മിയുടെ കുടുംബം. നീതി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇവർ.